എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ബുള്ളറ്റിലേക്ക് പോകുന്നു? ബുള്ളറ്റ് 350യോ അല്ലെങ്കിൽ ക്ലാസിക്കിലേക്കോ അതിന് മുകളിലേക്കൊക്കെ പോകുന്നു എന്നുള്ള ചോദ്യം അത് പ്രസക്തമായിട്ട് തോന്നി. അതിനുള്ള ചെറിയൊരു വിശദീകരണത്തിനുള്ള സാധ്യത തേടുകയാണ് ഇവിടെ കേട്ടോ. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും ബുള്ളറ്റ് 350 ബറ്റാലിയൻ ബ്ലാക്കും 100 350യും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് തുടങ്ങാം. ബുള്ളറ്റിൻ്റെയും 100ൻ്റെയും രണ്ടിൻ്റെയും ഒരു എന്താ പറയുക കംഫർട്ടും മറ്റു കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സ്പെക്കുകളും എല്ലാം നമ്മൾ വിശദീകരിച്ച് പോകും എന്ന് മാത്രം. എന്തുകൊണ്ട് 100നേക്കാൾ ബുള്ളറ്റ് ഇഷ്ടപ്പെടുന്നു? ഇപ്പോൾ 100 എടുത്തിട്ടുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ, ചിലപ്പോൾ 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉയർന്ന വേരിയൻറ്റുകൾ, അല്ലെങ്കിൽ 100ൻ്റെ അല്ല, നേരെ 350 ബുള്ളറ്റ് 350യിലേക്കോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ക്ലാസിക്കിലേക്കോ അതിനും മുകളിൽ ബഡ്ജറ്റുള്ളവർ ഈ കോണ്ടിനെൻ്റൽ അതേപോലെ ആ തരത്തിലേക്കൊക്കെ പോകുന്നത് കാണാം. അപ്പം ബുള്ളറ്റ് 350 പ്രധാന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇത് 2 ധ്രുവങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ബുള്ളറ്റ് 350 ഒരു പാരമ്പര്യത്തിൻ്റെ പ്രതീകമാണെങ്കിൽ 100 ആധുനികമായ ഒരു റോഡ്സ്റ്റർ ലുക്കിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ബറ്റാലിയൻ ബ്ലാക്ക് എന്ന് പറയുന്ന 350യുടെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു രൂപകൽപ്പന അത് പഴയകാല ബുള്ളറ്റുകളെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എല്ലാം കൊണ്ടും, ടെയിൽ ലൈറ്റും അതേപോലെ അതിൻ്റെ ആകാര സൗകുമാര്യവും സീറ്റ് മൊത്തത്തിൽ അല്ലേ, എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അത് വളരെ വ്യക്തമായിട്ട് നമുക്കത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും അല്പം കൂടി ഭാരമേറിയ വാഹനമാണ് ബുള്ളറ്റ് 350. 191 കിലോഗ്രാമിന് മുകളിൽ ആണ് തൂക്കം വരുന്നത്. പിന്നെ നമ്മൾ ക്രാഷ് ഗാർഡ് അടക്കമുള്ള എക്സ്ട്രാ ഫിറ്റിങ്സുകളും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ ഒരു 5-6 കിലോ തന്നെ വ്യത്യാസം വരാൻ സാധ്യതയുമുണ്ട് എന്തായാലും. പിന്നെ അല്പം കൂടി ബെനിഫിഷ്യലാണ്. ഇപ്പോൾ ആർക്കും ബുള്ളറ്റ് ഓടിക്കാവുന്ന തരത്തിൽ കുറച്ചും കൂടെ ഉയരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അലോയ് വീലുകൾ വരുന്ന ക്ലാസിക് മോഡലുകൾ വരുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ വാഹനങ്ങളിലുള്ള ഇരുത്തമാണ്. ദീർഘദൂര യാത്രകളിലും സിറ്റി റൈഡിലും രണ്ടും 2 വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകുക. നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഷോറൂമിലൊന്ന് പോയിട്ട് ഈ 2 വാഹനവും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ബുള്ളറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നട്ടല് വളക്കാതെ നമുക്ക് നിവർന്നിരുന്ന് ദീർഘദൂരം അല്ലേ, വേണമെങ്കിൽ ഹിമാലയം വരെയും നമുക്ക് ഇതേ തരത്തിൽ വളരെ ആയാസകരമായിട്ട്, അല്ലെങ്കിൽ ആയാസം ഏതുമില്ലാതെ അനായാസം നമുക്ക് യാത്ര ചെയ്യാനാവുമെന്നുള്ളതാണ്. വീതിയേറെ സിംഗിൾ ബെഞ്ച് സീറ്റ് അത് ഒരു സുഖം തന്നെയല്ലേ. ഇപ്പോൾ പരിക്കൻ റോഡുകളിലെ കുലുക്കം വലിയ അളവിൽ കുറയ്ക്കാൻ ഇപ്പോൾ നിലവിലുള്ള സസ്പെൻഷന് കഴിയുകയും ചെയ്യും. അതൊക്കെയാണ് ഇപ്പോൾ ക്ലാസിക് 350യിൽ നിന്നും അതേപോലെ തന്നെ ഈ ബുള്ളറ്റ് 350യിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് അത് പ്രധാനം ചെയ്യുന്നതും. എന്തായാലും 100 350യിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്, 100ൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. തൽക്കാലം നമ്മൾ ഈ താരതമ്യം പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ 100 350 ഒരു സ്പോർട്ടി വാഹനമായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നേരിയ രീതിയിൽ മുന്നോട്ടിങ്ങനെ ആഞ്ഞ് ഇരിക്കേണ്ടി വരും. അപ്പോൾ സിറ്റിയിലെ തിരക്കുകളിലൂടെ വളച്ചും തിരിച്ചൊക്കെ ഓടിക്കാൻ നമുക്ക് 100 കൊണ്ട് വളരെ എളുപ്പത്തിൽ കഴിയുമെങ്കിലും ദീർഘദൂര യാത്രകളിൽ ബുള്ളറ്റിനോളം സുഖം ഇതിൽ നിന്ന് ലഭിക്കില്ല അല്ലേ. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ചില നിരീക്ഷണങ്ങൾ മുൻപും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ വിപണിയിൽ വലിയ ചലനം സൃഷ്ടിച്ചെങ്കിലും പലരും ഇപ്പോഴും ബുള്ളറ്റിനെ തന്നെ മുറുകെ പിടിക്കുന്നതിന് ചില കൃത്യമായ കാരണങ്ങൾ കൂടിയുണ്ട്. എന്താണ്? ഇപ്പോൾ 100ലേക്ക് പോകുമ്പോൾ ഒരു ഗാംഭീര്യത്തിൻ്റെ കുറവ് നമുക്ക് അനുഭവപ്പെടും അല്ലേ. ബുള്ളറ്റിൻ്റെ ആ വലിയ രൂപം, അതേപോലെ തന്നെ മെറ്റൽ ബോഡി, ഇതൊക്കെ നൽകുന്ന ആ റോഡ് പ്രസൻസ് അല്ലേ, അത് നൽകുന്നത് അത്രത്തോളം ഒരു റോഡ് പ്രസൻസ് 100-നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ഈ ക്ലാസിക് തമ്പും ഒരു പ്രത്യേകത തന്നെയാണ്. ബുള്ളറ്റ് ഓടിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ഭാരവും പക്വതയുള്ള ശബ്ദവും ഒക്കെ 100ൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. 100 കുറച്ചുകൂടി വേഗതയ്ക്കും പെട്ടെന്നുള്ള പിക്കപ്പിനും ശബ്ദത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്ന ഒരു കുഞ്ഞു ബൈക്കാണ്. എന്നാൽ റോയൽ എൻഫീൽഡിൽ നിന്നാകുമ്പോൾ ആ ഒരു എന്താ പറയുക ബ്രാൻഡ് വാല്യൂ കൂടി നൽകുന്നു എന്നുള്ളതാണ്. ഈ ബുള്ളറ്റിലൊക്കെ നമുക്ക് പ്രായമായവർക്കും സ്ത്രീകൾക്കൊക്കെ വളരെ സുഖകരമായിട്ട് ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ അവർക്ക് അത് ഓടിക്കാനും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ
ബുള്ളറ്റ് ഓടിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനുമാവും. അപ്പോൾ തലമുറകളായി കൈമാറി വന്ന ഒരു പേര്, ആ ഒരു ലെഗസിയാണ് യഥാർത്ഥത്തിൽ ബുള്ളറ്റ് എന്ന വാക്കിനുള്ളത്. അപ്പോൾ ഹണ്ടർ ഒരു പുത്തൻ പരീക്ഷണമായി കാണുമ്പോൾ ബുള്ളറ്റിനെ ഒരു വികാരമായിട്ടാണ് ആരാധകർ കാണുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ബുള്ളറ്റിനെ അപേക്ഷിച്ച് ഹണ്ടറിന് ഗ്രൗണ്ട് ക്ലിയറൻസ് 150 mm മാത്രമേ ഉള്ളൂ. ഇത് വലിയ ഹമ്പുകളിലും കുഴികളിലൊക്കെ തട്ടാനും താഴാനും ഒക്കെ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബുള്ളറ്റ് 350 ഇത് വളരെ അനായാസം നേരിടുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ വേഗതയും കുറഞ്ഞ ഭാരവും ആധുനിക സ്റ്റൈലുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹണ്ടർ വളരെയധികം നല്ലതാണ്. ആ ബ്രാൻഡ് വാല്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സൂപ്പറാണ്. എന്നാൽ രാജകീയമായ ഗാംഭീര്യവും സുഖകരമായ ദീർഘദൂര യാത്രകളുമാണ് ലക്ഷ്യമെങ്കിൽ ബുള്ളറ്റ് 350 ബറ്റാലിയൻ ബ്ലാക്ക് തന്നെയാണ് എന്നും രാജാവ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതെടുക്കുക കേട്ടോ. ഒന്നും നോക്കാനില്ല. കാര്യമായിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനാവും. ഓക്കെ, വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ പോലും നല്ല ആ ഒരു ഗാംഭീര്യം തുളുമ്പുന്ന വാഹനത്തെക്കുറിച്ച് മനസ്സിൽ തട്ടുന്ന തരത്തിൽ ആണല്ലേ നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നതും കേൾക്കുന്നതും എല്ലാം ആ തരത്തിലേക്ക് മാറും എന്നുള്ളതാണ്. കറുപ്പിൽ പൊതിഞ്ഞ ഒരു റോയൽ ഫീലാണല്ലേ ബുള്ളറ്റ് പ്രേമികൾക്ക് എന്നും പ്രിയപ്പെട്ടത്. ആ കറുത്ത നിറം തന്നെയാണ്. ഈ ബറ്റാലിയൻ ബ്ലാക്ക് എന്ന് പറയുന്നത് അതൊരു വെറും വികാരം മാത്രമല്ല കേട്ടോ. പഴയകാല ബുള്ളറ്റുകളെ അനുസ്മരിപ്പിക്കുന്ന ഗോൾഡൻ നിറത്തിലുള്ള ഹാൻഡ് പെയിൻറ്റഡ് പിൻ സ്ട്രൈപ്പിങ്ങും വെട്ടിത്തിളങ്ങുന്ന മെറ്റൽ ബോഡിയും എല്ലാം ഇതിന് നൽകുന്ന ലുക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. വിൻറ്റേജിൻ്റെ ആ ഒരു കലക്കൻ ലുക്ക് തന്നെയാണ്. പിന്നെ എൻജിനാണ്, പുതിയ ജെ സീരീസ് എൻജിൻ. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരത്തി നീട്ടിയൊന്നും പറയുന്നില്ല. എൻജിൻ എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എൻജിനാണ്. 349 cc ആണ് കാര്യം. പിന്നെ അതിൻ്റെ ടോർക്കും 27 Nm ടോർക്കാണ് വരുന്നത്. 20.2 bhp കരുത്തും. പൊതുവേ 350